ഇദ്ദേഹമാണ് വീട് കോൺട്രാക്ട് പുള്ളി അയപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രതീക്ഷയോട് കൂടി വീട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ്. വീട് പണിതിട്ട് താമസിക്കാണ്ടത് അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടാണ് പോയത്. പറയുന്നില്ല കണ്ടപ്പോഴും ഇതിന്റെ പ്രതീക്ഷകളൊക്കെ പറഞ്ഞാണ്. അതെ അതെ, എല്ലാം ചേർത്തിട്ടാണ് പോയത്. ഞങ്ങൾ കടയിൽ പോയി എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് കണ്ട് ശേഷമാണ് പോയത്. 8-ാം തീയതി പാലുകാച്ച ചടങ്ങൊക്കെ ആലോചിച്ചെന്ന് പറയാം. ഒരു മുറിയും ഇതും തീർത്തിട്ട് അമ്മയും കുഞ്ഞുങ്ങളെ അതിനകത്താക്കണം. അവിടെ ആക്കിയിട്ട് പിന്നെ വരാം, ഓണത്തിനൊക്കെ വരുമ്പോൾ ഫംഗ്ഷൻ നടത്താണ്ടിരുന്നത്. വീടുപണി നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. വീടുപണിയൊക്കെ ആയിട്ട് പൂർത്തിയായി വരികയായിരുന്നു. 28-ാം തീയതി പാലുകാച്ചൽ കർമ്മം നടത്തി. അതിനുശേഷം ഇപ്പോൾ ഈ വീടുപണി നാൾ പറഞ്ഞതുപോലെ ബന്ധുക്കൾ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് ആലോചിച്ചു. മക്കൾ ചെറുതാണ്, അവരോടൊപ്പം അവിടെ തന്നെ ഏറെക്കാലം വിദേശത്ത് ജോലി ചെയ്തതാണ്. ഇനി തിരികെ നേരത്തെ കിട്ടിയ ജോലിയിൽ, സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മറ്റുമാണ് അവിടേക്ക് തിരികെ പ്രവേശിക്കാമെന്ന് കരുതി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തേക്കായിട്ട് നാട്ടിലേക്ക് എത്തിയതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അങ്ങനെ നാട്ടിലെത്തി മടങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക്, ഈ വീടിന്റെ അത്താണിയായിരുന്ന ഒരുപാട് പ്രതീക്ഷകൾ ഈ വീട്ടുകാർക്ക്, 2 കുഞ്ഞു മക്കൾക്ക്, അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഈ വീട്ടിലേക്ക് ഇന്ന് രഞ്ജിതയുടെ ഈ അതിദുഃഖകരമായ ഈ വാർത്ത, മരണ